ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ജയിൽ നോമിനേഷനിൽ അപ്സര വന്നിട്ട് ഋഷിയുടെ പേര് പറഞ്ഞു. ജാസ്മിനുമായിട്ടുണ്ടാക്കിയ ഫൈറ്റിൽ ഋഷി കുറച്ച് ബാഡ് വേർഡ്സ് യൂസ് ചെയ്തു എന്നാണ് അപ്സര പറഞ്ഞത്. ഇമോഷൻസിന്റെ പുറത്താകാം, എന്നിരുന്നാലും അത്തരം വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് അപ്സര പറയുന്നത്. ആ സമയത്ത് തന്നെ അപ്സര അത് പറഞ്ഞിരുന്നു. പക്ഷേ ഋഷിക്ക് ഇത് ഭയങ്കര ഫീലായി കേട്ടോ. എന്ന് വെച്ചാൽ ജാസ്മിൻ പോലും പറയാത്തൊരു കാര്യം അപ്സര വന്ന് പറഞ്ഞപ്പോൾ, കാരണം ഇവരൊക്കെ ഒറ്റക്കെട്ടായിരുന്നതാണ്. ആ രീതി നോക്കുമ്പോൾ ഋഷി പറഞ്ഞതിൽ ന്യായമുണ്ട്. പക്ഷേ വേറെയും ചിലരൊക്കെ ഋഷിയുടെ പേര് പറഞ്ഞെങ്കിൽ അതിലൊന്നും ഋഷിക്ക് കുഴപ്പമില്ല. അപ്സര ഈ പറഞ്ഞ പോലെ ഫ്രണ്ടായിട്ട് ഇരുന്നിട്ട് ഇത് പറഞ്ഞതാണ് ഋഷിക്ക് വലിയ പ്രശ്നമായത്. ബട്ട് അപ്സര പറഞ്ഞത് നന്നായി എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം ഋഷിയൊക്കെ ഗെയിമിലേക്ക് ഇറങ്ങണം കുറച്ചും കൂടെ. ഋഷി അത്യാവശ്യം ഇപ്പോൾ റോക്കിയുടെ ഒരു നിഴലിലായി പോകുന്നുണ്ട്. അങ്ങനെയല്ല, റോക്കി ഒരു സ്ട്രോങ് പ്ലെയർ ആണ്. അപ്പോൾ ഋഷി അതുപോലെ മുന്നോട്ട് കയറി വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അപ്സര പേര് പറഞ്ഞു. അതിനുശേഷം ജാസ്മിൻ പോയിട്ട് ഋഷിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ അന്ന് പറഞ്ഞത് ആ സമയത്ത് എനിക്ക് വിഷമമൊക്കെ ഉണ്ടായി, ഇപ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനത് അപ്പോൾ തന്നെ കളഞ്ഞിട്ടുണ്ട്, സോ ഇപ്പം എനിക്ക് നിൻ്റെ അടുത്ത് ഒരു ദേഷ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഋഷിയുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. പക്ഷേ വേറൊരു കോമഡി ഉണ്ട്. ഇതേ ജാസ്മിൻ പവർ റൂമിൽ നിൽക്കുന്ന സമയത്ത് ഋഷിയുടെ പേര് നോമിനേഷനിൽ പറഞ്ഞിരുന്നു. അത് ജാസ്മിൻ പറഞ്ഞ 2 പേരുകളിൽ ഒന്ന് ഋഷിയും ഒന്ന് ശ്രീധുവിൻ്റെ പേരുമാണ് പറഞ്ഞത്. അപ്പോൾ അത് ഋഷി അറിയുകയും ചെയ്തു. കയ്യോടെ തന്നെ ഋഷി അത് അറിഞ്ഞു. അപ്പോൾ ഋഷി അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞത്, ഞാൻ നിൻ്റെ പേരെടുത്തിരുന്നു, പക്ഷേ അത് എനിക്ക് അപ്പോൾ വേറെ പേരൊന്നും ഇല്ലായിരുന്നു, നിൻ്റെ പേരും അതുപോലെ തന്നെ ശ്രീധുവിൻ്റെ പേരും പറയാനാണ് എനിക്ക് തോന്നിയത്, പിന്നെ നിങ്ങൾ തീരുമാനിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ എടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ എനിക്ക് നിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു. സോ ലൈവിൽ നടന്നൊരു കോൺവെർസേഷനാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.